വളരുന്ന തലമുറയെ ശരിയായ മാർഗനിർദ്ദേശം നൽകി മികച്ച പൗരന്മാരാക്കാൻ മാതാപിതാക്കളുടെ ശ്രദ്ധയും പ്രോത്സാഹനവും ആവശ്യമാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിൻ്റെ നവതി സമാപനവും ആചാര്യ കെ ചാണ്ടി അനുസ്മരണ പ്രഭാഷണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനും ക്രൈസ്തവാശ്രമത്തിൻ്റെ സ്ഥാപകനുമായിരുന്ന ആചാര്യ കെ ചാണ്ടിയുടെ 22ാം സ്മാരക പ്രഭാഷണമാണ് നടന്നത്. ഓരോ വ്യക്തിയും പ്രത്യേകതയുള്ള വ്യക്തിയാണെന്ന് നാം തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സങ്കല്പമാണെന്ന് ജസ്റ്റിസ് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ ഗുരുവിൻ്റെയും എൻ്റെ ഈശ്വരൻ്റെ ഒക്കെ മടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് വി ആർ കൃഷ്ണ സ്വാമിയോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് ഗ്രേറ്റ് എക്സ്പീരിയൻസ് പറയുന്നു. സ്വാമിയുടെ അത്രയും ഒരു നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല. I was greatly inspired എന്നല്ല, 99% of what I am is an inspiration I got from him. 1% ഞാൻ കുറേ ഓടിയല്ലോ വെറുതെ അവരോടൊക്കെ, അതിൻ്റെ ഒരു ഭാഗമാണെന്ന് കുട്ടികളോട്. That 99% inspiration I got from my guru and എൻ്റെ രണ്ടും ഗുരുവാണ്, എൻ്റെ അച്ഛനായാലും എൻ്റെ ഗുരുവായാലും. അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കണം. I hope we will be able to make ആ ഒരു കുട്ടികളുടെ മനസ്സിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ താമസിക്കുന്ന ഓരോ കുട്ടികളെയും നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചാൽ they will be world leaders. ഇവരുടെ പൊട്ടൻഷ്യൽ is the highest I can see. നമ്മളവരെ ഒരു കാഷ്വൽ ആയിട്ട് കൊണ്ട് അവരിവിടെ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ എടുക്കരുത്. ഈച്ച് ഓഫ് ദം ആർ അവർ ചിൽഡ്രൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദേ ആർ ബ്ലെസ്ഡ് ബിക്കോസ് ദേ മസ്റ്റ് ഹാവ് 100 കുട്ടികൾ, 100 പേരൻസ് ഉള്ള കുട്ടിയായി വളർന്നവർ. ഓരോ പേരൻറ്റും അവർക്ക് വേണ്ടി നിൽക്കുന്ന കുട്ടികൾ ഒരു പേരൻ്റായി വരികയാണെങ്കിൽ ദേ വിൽ ബി ദ ഫൈനസ്റ്റ് സിറ്റിസൻസ് ഓഫ് അവർ കൺട്രി, ഓഫ് ദ വേൾഡ് സിറ്റിസൻസ് ആയിരിക്കും. എന്തെങ്കിലും കാലത്ത് ഇതുപോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അവർ നിന്ന് സംസാരിക്കുമായിരിക്കും, നമ്മൾ കേൾക്കുമായിരിക്കും. അങ്ങനെ ഒരു കാലം വരട്ടെ. ദാറ്റ് ഫോർ മീ ഈസ് ഗോഡ്സ് കിങ്ഡം ഇൻ എർത്ത്. Thank you so much. റോൾ മോഡലുകളായി ഓരോ മാതാപിതാക്കളും മാറിയാൽ വളർന്നുവരുന്ന തലമുറയെ തെറ്റായ വഴിയിൽ നിന്ന് മോചിപ്പിക്കാനാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഹാത്മജിയുടെ വാക്കുകൾ ഉച്ചരിക്കുമെങ്കിലും അത് പ്രാവർത്തികമാക്കാത്തവരാണ് ഇന്ത്യക്കാർ. നാം മറ്റുള്ളവരിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു അത് അവർക്കായി ചെയ്യാനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബിഷപ്പ് KG ദാനിയൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആശംസാ സന്ദേശം നൽകി. ഡോക്ടർ സുശീൽ തര്യൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ബീന സെബാസ്റ്റ്യൻ, മോഹൻ ചാണ്ടി, PK ജോണി തുടങ്ങിയവരും സംസാരിച്ചു.